എല്ലാവർക്കും നമസ്കാരം. ലിബറൽ റെസ്പോൺസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വില്യം കാരി എന്ന ഒരു ക്രിസ്ത്യൻ മിഷണറി ഇന്ത്യയിൽ കപ്പലിറങ്ങുന്നത് 1793 അദ്ദേഹത്തിൻ്റെ ജീവനും വഴിയും സത്യവും യേശു ആയിരുന്നു. അദ്ദേഹം യേശുവിനെ പറ്റി പറയാറുള്ളത് ഗോഡ് ഹൂ ഡിഫൈഡ് ഡെത്ത് എന്നാണ്. എന്നാൽ അദ്ദേഹം അത് വേറൊരു വാചകം കൂടി കൂട്ടിയാണ് പറഞ്ഞത്. ഹൗ വുഡ് യു പ്രൊക്ലെയിം ദി ഗോസ്പൽ ഓഫ് ദി ഗോഡ് ഹൂ ഡിഫൈസ് ഡെത്ത് ടു എ കമ്മ്യൂണിറ്റി ദാറ്റ് വർഷിപ്സ് കാളി ദി ഗോഡ് ഓഫ് ഡെത്ത്? മരണത്തെ ധിക്കരിച്ച ദൈവത്തിൻ്റെ സുവിശേഷം പറയാനാണ് ഞാൻ വന്നിരിക്കുന്നത്. പക്ഷേ മരണത്തിൻ്റെ ദേവതയായ കാളിയെ ആരാധിക്കുന്ന ഒരു സമൂഹത്തോട് ഞാൻ അതെങ്ങനെ പറയും? ഇതൊരു കൺഫ്യൂഷൻ തന്നെയാണ്. കൽക്കത്തയിലെ ജനങ്ങൾ മരണദേവതയായ കാളിയെ ആരാധിക്കുന്നവരാണ്. അവരെ എങ്ങനെയാണ് ഈ നിത്യജീവൻ എന്നൊക്കെ പറഞ്ഞ് മതം മാറ്റുക? ഇതൊരു കൺഫ്യൂഷനാണ്. പക്ഷേ ഈ കൺഫ്യൂഷൻ ബ്രിട്ടീഷുകാർക്കുണ്ടായിരുന്നില്ല. അക്കാലത്ത് അവർ എങ്ങനെയെങ്കിലും ഇന്ത്യയിൽ പിടിച്ചു നിൽക്കാനുള്ള ശ്രമത്തിലായിരുന്നു. ഇവിടുത്തെ ബ്രാഹ്മണരെയും ഉന്നത കുലജാതരെയും വെറുപ്പിക്കാൻ ഇഷ്ടമില്ലാതിരുന്ന ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കാർ ഈ മിഷണറിമാരെ ഇന്ത്യയിൽ അടുപ്പിച്ചിരുന്നില്ല. വില്യം കാരി ഇന്ത്യയിൽ കപ്പലിറങ്ങിയ വിവരമറിഞ്ഞ മേധാവികൾ പുള്ളിയോട് പറഞ്ഞു, വേഗം വണ്ടി വിടണം, തൻ്റെ മതം മാറ്റമൊന്നും ഇവിടെ വേണ്ട, ഗെറ്റ് ഔട്ട്. വില്യം കാരി ആണെങ്കിൽ ഭാര്യയും കുട്ടിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ത്യയെപ്പറ്റി കേട്ടറിഞ്ഞ്, ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കൊള്ളയെപ്പറ്റി കേട്ടറിഞ്ഞ് ഇന്ത്യക്കാർക്ക് വേണ്ടി എന്തെങ്കിലും സേവനം ചെയ്യണമെന്ന് ആഗ്രഹിച്ചാണ് അദ്ദേഹത്തിൻ്റെ വരവ്. അതുകൊണ്ട് പൊടുന്നനെ ഒരു തിരിച്ചുപോക്ക് സാധ്യമല്ല. തൊട്ടടുത്ത് ഡെൻമാർക്കിൻ്റെ ഒരു ചെറിയ കോളനി ഉണ്ട്, സെറംബൂർ എന്ന പട്ടണം. അവിടെ മിഷണറിമാർക്ക് ഇഷ്ടംപോലെ പ്രവർത്തിക്കാൻ പുള്ളി അവിടെ പോയി താമസം തുടങ്ങി. സെറംബൂരും കൽക്കത്തയും തൊട്ടടുത്തതായതിനാൽ അവിടെ ഇരുന്നായാലും പണി ചെയ്യേണ്ടവന് പണി ചെയ്യാം. വില്യം കാരി ശരിക്കും പണി തുടങ്ങി. അതിന് പറ്റിയ കാഴ്ചകളാണ് അദ്ദേഹം ഡെയിലി കണ്ടിരുന്നത്. ഒരു ദിവസം അദ്ദേഹം ഒരു ഉത്സവത്തിൽ പങ്കെടുത്തു. അവിടെ അമ്മമാർ നേർച്ചകൾ നിറവേറ്റുന്നതിൻ്റെ ഭാഗമായി കുട്ടികളെ നദിയിലേക്ക് എടുത്തെറിയുന്നു. മറ്റൊരു ദിവസം ഭർത്താവിൻ്റെ ചിതയിലിട്ട് ഒരു വിധവയെ ജീവനോടെ കത്തിക്കുന്നതിന് അദ്ദേഹം സാക്ഷിയായി. അവൾ ആ തീയിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ചുറ്റും കൂടി നിന്നവർ വടിയെടുത്തടിച്ചവളെ തീയിൽ തന്നെ ഇട്ട് ചുടുന്നു. ഏതാനും ആഴ്ചകൾക്ക് ശേഷം മറ്റൊരു കാഴ്ച അദ്ദേഹം കണ്ടു. ഒരു വിഗ്രഹത്തിന് ബലിയായി അർപ്പിച്ച ഒരു ശിശുവിൻ്റെ അവശിഷ്ടങ്ങളിൽ ഉറുമ്പ് അത് തിന്നുകൊണ്ടിരിക്കുന്നു. കാരിക്ക് തൻ്റെ കണ്ണുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. എല്ലാ മനുഷ്യരും, സ്ത്രീ പുരുഷ ഭേദമന്യേ എല്ലാ മനുഷ്യരും ഇതിലൊക്കെ തൃപ്തരായിരുന്നു. ഈ ദുരാചാരങ്ങൾക്ക് നേതൃത്വം നൽകിയ ഹൈന്ദവ പുരോഹിതന്മാരെ ചോദ്യം ചെയ്യാൻ ഇവരാരും ധൈര്യപ്പെട്ടില്ല. പാവങ്ങളായ അവർ ഇരകളാണെന്ന് മനസ്സിലാക്കാതെ തങ്ങളുടെ വിധി അംഗീകരിച്ച് അങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുന്നു. ആചാരങ്ങളൊക്കെ അനുഷ്ഠിച്ച് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇംഗ്ലണ്ടിൽ നിന്ന് പുറപ്പെടുമ്പോൾ ഇന്ത്യൻ സംസ്കാരത്തെക്കുറിച്ച് കേട്ടറിഞ്ഞ മനോഹരമായ രൂപമാണ് വില്യം കാരിയുടെ മുമ്പിൽ തവിട് പൊടിയായി കിടക്കുന്നത്. കാരി സ്വന്തം കണ്ണുകൊണ്ട് കണ്ട എല്ലാ ദൃശ്യങ്ങളും ഭീകരമായിരുന്നു. ഇവിടുത്തെ എല്ലാ ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും അന്ധവിശ്വാസങ്ങളിലും അദ്ദേഹം നിരാശനായി. ശിശുബലി, ശൈശവ വിവാഹം, അടിമത്തം, സ്ത്രീകൾ, കുഷ്ഠരോഗികൾ, താഴ്ന്ന ജാതിക്കാരോടുള്ള അയിത്തം, അടിച്ചമർത്തൽ. അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി, ഇവിടെ വേണ്ടത് മതം മാറ്റമല്ല, ഈ തിന്മകളിലേക്ക് കണ്ണു തുറപ്പിക്കാൻ ഇവിടുത്തെ മനുഷ്യരെ പഠിപ്പിക്കണം. അതിന് ഈ മനുഷ്യർക്ക് വിദ്യാഭ്യാസം കൊടുക്കണം. അദ്ദേഹത്തിൻ്റെ യേശു അദ്ദേഹത്തോട് അങ്ങനെയാണ് പറഞ്ഞത്. ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കാരും ഹിന്ദു പുരോഹിതന്മാരും ഉയർന്ന ജാതിക്കാരും ഒരുമിച്ച് ചേർന്നാണ് ഇവിടെ പാവപ്പെട്ട മനുഷ്യർക്ക് വിദ്യാഭ്യാസം നിഷേധിച്ചിരിക്കുന്നത്, സ്വാതന്ത്ര്യം നിഷേധിച്ചിരിക്കുന്നത്. അവർക്ക് വിദ്യാഭ്യാസം നൽകണം. ആദ്യത്തെ ജോലി അതാണ്. കുട്ടികളുടെയും സ്ത്രീകളുടെയും നിലവിളികൾ അദ്ദേഹത്തെ നിരന്തരം വേട്ടയാടി. പല രാത്രികളും നിദ്രാവിഹീനങ്ങളായി. ഈ ഭ്രാന്തിനെ ഇന്ത്യയിൽ നിന്ന് പുറത്താക്കാൻ ഞാൻ എൻ്റെ കഴിവിൻ്റെ പരമാവധി ശ്രമിക്കും. അതിനാദ്യം വേണ്ടത് എന്താണ്? ആളുകളുമായി ഇടപെടണം. അതിന് ഭാഷ പഠിക്കണം. എല്ലാ ഭാഷകളും പഠിക്കണം. അങ്ങനെ ബംഗാളി, ഹിന്ദി, ഒറിയ, ആസാമീസ്, മറാത്തി, സംസ്കൃതം എല്ലാം പഠിച്ചു. ജനങ്ങളുമായി നേരിട്ട് ഇടപഴകി അവരുടെ ദുരിതങ്ങൾ അവരിൽ നിന്ന് തന്നെ കേട്ടറിഞ്ഞു. ഈ പ്രാദേശിക ഭാഷകൾ പഠിക്കുക മാത്രമല്ല, ആ ഭാഷകൾക്ക് വ്യാകരണം ഉണ്ടായിരുന്നില്ല, അത് എഴുതി ഉണ്ടാക്കി കൊടുത്തു. ബൈബിൾ വിവർത്തനങ്ങൾ ചെയ്തു. രവീന്ദ്രനാഥ ടാഗോർ ഇങ്ങനെയാണ് അദ്ദേഹത്തെ പറ്റി എഴുതിയത്. ബംഗാളി ഭാഷയുടെ പുനരുജ്ജീവനത്തിനും അതിൻ്റെ പുരോഗതിക്കും വേണ്ടി
ഡോക്ടർ വില്യം കാരിയും അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരും ചെയ്ത കാര്യങ്ങൾ ബംഗാളിക്ക് മറക്കാൻ കഴിയില്ല. 1818 വില്യം കാരിയും അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളും ചേർന്ന് ഈ സെറാംപൂർ പട്ടണത്തിൽ തന്നെ ഒരു സർവകലാശാല തുടങ്ങി. അതാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഡിഗ്രി നൽകിയ സർവകലാശാല. അവിടെ ജാതിയില്ല, മതമില്ല, രാജ്യമില്ല. ഇന്ത്യക്കാരുടെ ജ്യോതിഷ വിശ്വാസം കണ്ട് കാരിക്ക് ശരിക്കും ഭ്രാന്തായി. അദ്ദേഹം ജ്യോതിശാസ്ത്രം സാധാരണക്കാർക്ക് പരിചയപ്പെടുത്തി. കാരി ഇന്ത്യയിൽ വന്നിറങ്ങുന്ന കാലത്ത് റാം മോഹൻ റായ്ക്ക് 21 വയസ്സുണ്ട്. രാഡികുലീനൻ എന്ന ഒരു ബ്രാഹ്മണ ഗോത്രത്തിലാണ് അദ്ദേഹം പിറന്നത്. പക്ഷേ ഒരു ഫാമിലി മിസ്റ്റേക്ക് ആയിരുന്നു ഈ റാം മോഹൻ റായ്. വില്യം കാരി ഇവിടെ വന്നിറങ്ങിയപ്പോഴാണ് ഇവിടെ നടക്കുന്ന ഭീകര അന്ധവിശ്വാസങ്ങൾ ഒക്കെ കണ്ട് അദ്ദേഹത്തിൻ്റെ കണ്ണടിച്ച് പോയത് എന്ന് നമ്മൾ പറഞ്ഞു. പക്ഷേ റാം മോഹനെ സംബന്ധിച്ചിടത്തോളം ചെറുപ്പത്തിലെ തന്നെ ഇതൊക്കെ കണ്ട് ഭ്രാന്തായിരിക്കുകയായിരുന്നു. പക്ഷെ ഒരു കാര്യവുമില്ല, 99% ഇന്ത്യക്കാർക്കും എല്ലാ അനാചാരങ്ങളും ഓക്കെയായിരുന്നു. ഈ ബംഗാളിലെ രാഡി ബ്രാഹ്മണർക്ക് ഒരു പ്രത്യേകതയുണ്ട്. അവർ ഒരുപാട് പെണ്ണുങ്ങളെ കെട്ടും. അതെങ്ങനെയാണ്? സ്ത്രീധനം വാങ്ങിക്കെട്ടി ആ സ്ത്രീധനം കൊണ്ടാണ് അവർ ജീവിക്കുക. എത്ര മനോഹരമായ ആചാരങ്ങളാണ്. എന്നാൽ റാം മോഹൻ അതത്ര നല്ലൊരു ആചാരമായി തോന്നിയില്ല. ചെറുപ്പത്തിൽ തന്നെ അതിനെതിരെ അദ്ദേഹം പ്രതിഷേധിച്ചു. റാം മോഹൻ്റെ ബാല്യകാലത്ത് അദ്ദേഹത്തിൻ്റെ സഹോദരൻ മരിച്ചു. ആ സഹോദരൻ്റെ ഭാര്യയെ റാം മോഹൻ സ്വന്തം അമ്മയെ പോലെയാണ് സ്നേഹിച്ചിരുന്നത്. സഹോദരനെ സംസ്കരിക്കുന്ന സമയത്ത് നൊലോളിയും വിളിയും കേട്ട് റാം മോഹൻ നോക്കുമ്പോൾ കാണുന്നത് എന്താണ്? താൻ അമ്മയെപ്പോലെ കാണുന്ന ആ സ്ത്രീയെ എല്ലാവരും കൂടി ഫലമായി വലിച്ചിഴച്ച് ആ തീക്കുണ്ടത്തിലേക്ക് കൊണ്ടുപോകുന്നു. റാം മോഹൻ ഓടിച്ചെന്ന് തടയാൻ ശ്രമിച്ചു. ചെറിയ കുട്ടിയല്ലേ, എന്തു ചെയ്യാനാണ്? ആ സ്ത്രീ ജീവനോടെ നിന്ന് കത്തുന്നത് അവൻ കണ്ടു. അവൾ വേദന കൊണ്ട് പുളയുമ്പോൾ ചുറ്റും കൂടിയ ആളുകൾ വിളിച്ചു പറഞ്ഞിരുന്നത് സതിമാത, സതിമാത. എന്തൊരു ത്യാഗം, പാതിവൃത്യത്തിൻ്റെ പര്യായം. അദ്ദേഹം അന്നേ മനസ്സിൽ കരുതി, ഈ ദുരാചാരം ഞാൻ അവസാനിപ്പിക്കും. എന്ത് കാര്യം? പുള്ളി ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ ജോലി ചെയ്യുന്ന സമയത്ത് ബ്രിട്ടീഷുകാരോടൊക്കെ പറഞ്ഞു നോക്കി, നിങ്ങളല്ലേ ഭരിക്കുന്നത്, നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്തുകൂടെ? ഒരു കാര്യം ഉണ്ടായില്ല. കമ്പനി ഇന്ത്യ കൊള്ളയടിക്കുന്ന കാലമാണത്. സവർണ സമുദായങ്ങളെ വെറുപ്പിച്ചാൽ ക്യാഷ് പിരിക്കാൻ ആയുധം എടുക്കേണ്ടി വരും. അതൊരു വേറെ പണിയാവും. 1795 ബംഗാളിൽ ഒരു വലിയ താന്ത്രികനായ സംസ്കൃത വിദ്വാനുണ്ടായിരുന്നു. പേര് ഹരിഹരാനന്ദ വിദ്യാവാഗീഷ്. പുള്ളിയും പുരോഗമന ആശയങ്ങളായി നടക്കുന്ന ആളായിരുന്നു. അക്കാലത്ത് ഏകദൈവ വിശ്വാസം എന്ന് പറഞ്ഞാൽ തന്നെ പുരോഗമനമായി കഴിഞ്ഞു. റാം മോഹൻ ചെറുപ്പത്തിൽ തന്നെ അദ്ദേഹവുമായി സൗഹൃദം സ്ഥാപിച്ചു. വില്യം കാരി ഇന്ത്യയിലെ ദുരാചാരങ്ങൾ മാറ്റാൻ വേണ്ടി പണി തുടങ്ങിയപ്പോൾ ആദ്യം മനസ്സിലാക്കിയ ഒരു കാര്യം, ഇവിടെ എന്തെങ്കിലുമൊക്കെ നടക്കണമെങ്കിൽ ബ്രാഹ്മണരെയും പണ്ഡിതരെയും ആകർഷിക്കണം, അവരെ സപ്പോർട്ട് ഉണ്ടാകണം എന്നാണ്. അതിനായിട്ടാണ് അദ്ദേഹം ശരിക്കും പറഞ്ഞാൽ സംസ്കൃതം പഠിച്ചത്. അതുപോലെ ബുദ്ധ ജൈന സാഹിത്യങ്ങൾ വായിച്ച് തർക്കിച്ചത്. സ്വാഭാവികമായും നമ്മൾ മുമ്പ് പറഞ്ഞ താന്ത്രികൻ വിദ്യാവാഗീഷും ഈ വില്യം കാരിയും തമ്മിൽ നല്ല അടുപ്പത്തിലായി. ഒരു ദിവസം വിദ്യാവാഗീഷ് റാം മോഹൻ റായെ ഈ വില്യം കാരിക്ക് പരിചയപ്പെടുത്തി. അച്ചോ, ഇവന് ഇംഗ്ലീഷ് പഠിക്കാൻ ഭയങ്കര താല്പര്യമാണ്, അച്ഛനെ പരിചയപ്പെടണമെന്ന് കുറേ നാളായി പറയുന്നു. കൂടുതൽ അടുത്തപ്പോഴാണ് ഇവർ 3 പേർക്കും ഒരേ ലക്ഷ്യങ്ങൾ തന്നെയാണ് മുമ്പിലുള്ളത് എന്ന് പരസ്പരം ബോധ്യപ്പെടുന്നത്. ഇവർ 3 പേരും കൂടി വേറൊരു മതപുസ്തകം, ഒരു മഹാനിർവാണത്തിനുള്ളൊരു പുസ്തകം പ്രസിദ്ധീകരിച്ചു എന്നുകൂടി പറയുന്നുണ്ട്. അത് വിമോചനത്തിൻ്റെ ദൈവശാസ്ത്രം എന്നൊക്കെ പറയുന്ന പോലെയുള്ള ഒരു സംഭവമാണ്. നമുക്കതിനെപ്പറ്റി കൂടുതൽ അറിയില്ല. ബ്രഹ്മം തന്നെയാണ് യേശു, ദൈവം ഒന്നേ ഉള്ളൂ. പക്ഷേ ഇങ്ങനെ പറയുമ്പോൾ ചില ക്രിസ്ത്യാനികൾക്ക് കൺഫ്യൂഷനുകൾ ഉണ്ടാവും. അവരുടെ തലയിൽ തൃത്വം എന്ന ഒരു കോൺസെപ്റ്റ് കൂടി കറങ്ങുന്നുണ്ട്. ഈ തൃത്വം എന്താണെന്ന് ഇതുവരെ ആർക്കും ഡിഫൈൻ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും ഈ തൃത്വം എന്ന വിഷയത്തിൽ അവസാനം അത് പണി പറ്റിച്ചു. വിദ്യാവാഗീശ്വരൻ വില്യം കാരിയുമായി തെറ്റിപ്പിരിഞ്ഞു. എന്നാൽ റാം മോഹൻ ഈ കാരിയുമായുള്ള ബന്ധം പിരിഞ്ഞില്ല. ദൈവശാസ്ത്രപരമായ കാര്യങ്ങളിൽ ഇവർ തമ്മിൽ ഭയങ്കര അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായിരുന്നു. എന്നിട്ടും അവർ പിരിഞ്ഞില്ല. കാരണം അവരെ ചരിത്രം കാത്തിരിക്കുകയാണ്. അവർക്ക് സതിയും ബഹുഭാര്യാത്വവും അവസാനിപ്പിക്കേണ്ടതുണ്ട്. ഇന്ത്യക്കാരിൽ നിന്ന് തന്നെ കിട്ടിയ അതിന് പറ്റിയ ഒരാൾ, അത് ബ്രിട്ടീഷുകാരുമായി നല്ല ബന്ധമുള്ള ഒരാൾ, അതായിരുന്നു കാരിക്ക് റാം മോഹൻ റായ്, റാം മോഹൻ റായ്ക്ക് വില്യം കാരി. ഈ സമയത്താണ് ഒരു ചരിത്ര പുരുഷൻ ഇന്ത്യയുടെ ഗവർണർ ജനറലായി ഇന്ത്യയിലേക്ക് വരുന്നത്. അദ്ദേഹത്തിൻ്റെ പേര് വില്യം വാൻഡ്യക്ക്. പുള്ളി ഇവിടെ വന്നപ്പോൾ ആദ്യം ചെയ്ത പണി
ഇവിടെ 15 വർഷമായി പൊടി പിടിച്ച് കിടന്നിരുന്ന ഒരു ശാസനം പൊടി തട്ടിയെടുക്കുകയാണ്. അച്ഛന്മാർക്ക് മിഷണറി പ്രവർത്തനങ്ങൾ ഇന്ത്യയിൽ നടത്താൻ വിരോധമില്ല എന്നൊരു ശാസനം ഉണ്ടായിട്ട് 13 വർഷം കഴിഞ്ഞു, 15 വർഷം കഴിഞ്ഞു, പക്ഷെ ആരും നടപ്പാക്കുന്നില്ല. അപ്പോൾ അത് പുള്ളിയെടുത്ത് നടപ്പാക്കാൻ തീരുമാനിച്ചു. അതുമ്മ പിടിച്ച് വില്യംകാരി കൽക്കത്തയിലെ രാജകൊട്ടാരത്തിലേക്ക് കയറി വന്നു. രാം മോഹൻ റായും ഒപ്പം കയറി വന്നു. ഗവർണർ ജനറൽ വില്യം ബെൻഡിക്ക് എന്ന് പറയുന്ന കക്ഷി ഒരു പ്രത്യേക തരത്തിലുള്ള ക്രിസ്തുവിൻ്റെ വിശ്വാസിയായിരുന്നു. അദ്ദേഹം വിശ്വസിച്ചിരുന്നത് മനുഷ്യരെല്ലാവരും ആത്മാവ് കൊണ്ട് സമന്മാരാണ്. ആ ഒരു തോട്ട് ക്രിസ്തുവിന് ഉണ്ട് എന്നാണ് അദ്ദേഹം വിശ്വസിച്ചിരുന്നത്. അപ്പോൾ ഈ സുവിശേഷം ഇന്ത്യക്കാർക്ക് കൂടി ലഭിച്ചാൽ ഇവിടുത്തെ അധസ്ഥിത ജനവിഭാഗങ്ങൾക്ക് നല്ലൊരു ഗുണമായിരിക്കില്ലേ? ചാർജ് എടുത്ത ഒരു വർഷത്തിനുള്ളിൽ തന്നെ അദ്ദേഹം അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ തീരുമാനിച്ചു. വില്യംകാരിയുടെയും റായിയുടെയും ഏറ്റവും വലിയ ആഗ്രഹം സാധിച്ചു കൊടുക്കാനാണ് അദ്ദേഹം ആദ്യം മുതിർന്നത്. അതാണ് 1829 സതി അബോളിഷൻ ആക്ട്, അതായത് സതി നിർത്തലാക്കി. അത് പിൻവലിക്കാൻ വേണ്ടി ബ്രാഹ്മണർ പണിയെടുത്തപ്പോൾ ബ്രിട്ടീഷ് പാർലമെൻറ്റ് വരെ പോയി റാം മോഹൻ അതിനു വേണ്ടിയുള്ള പണിയെടുത്തു. അതൊക്കെ ശരിയായി കഴിഞ്ഞപ്പോൾ ഈ വില്യംകാരിയും റായും പറഞ്ഞു, ഇവിടെ കുട്ടികളെ ബലി കൊടുക്കുന്ന ഏർപ്പാടുണ്ട്, അത് നിർത്തണം. അതും വില്യം ബെൻഡിക്ക് നിർത്തലാക്കി. ഇന്ത്യയിൽ ഇനിയും ചെയ്യാൻ ഒരുപാടുണ്ട്. അതിന് കാരിയും റായിയും പോരാ. ലണ്ടനിൽ നിന്ന്, അതായത് ഒരു കീരികൾ പോരാ, ചെങ്കീരികൾ വേണം. ലണ്ടനിൽ നിന്നൊരു ചെങ്കീരിയെ കൊണ്ടുവരണം. ബ്രിട്ടീഷ് പാർലമെൻറ്റ് അംഗമായിരുന്ന തോമസ് മക്കാളെ, അടിമത്തത്തിനെതിരെ ആഞ്ഞടിച്ചിരുന്ന, ഇന്ത്യക്കാരുടെ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിച്ചിരുന്ന ഒരു വിദ്യാഭ്യാസ വിചക്ഷണനായിരുന്നു ഈ മക്കാള. അദ്ദേഹത്തെ 1933 ഇന്ത്യയിലെ സുപ്രീം കൗൺസിൽ നിയമകാര്യ അംഗമായി ബെൻഡിക്ക് ഇവിടെ കൊണ്ടുവന്നു. മക്കാളെ ഇന്ത്യയിലെത്തി മൊത്തത്തിൽ ഒന്ന് നിരീക്ഷിച്ചപ്പോൾ തന്നെ അദ്ദേഹത്തിന് ഒരു കാര്യം മനസ്സിലായി. ഇന്ത്യയിലെ വിദ്യാഭ്യാസത്തിൻ്റെ അവസ്ഥയെല്ലാം തനി ശോകമാണ്. സർക്കാരിൻ്റെ എഡ്യൂക്കേഷൻ വിഹിതം അന്നത്തെ വെറും 1 ലക്ഷം രൂപയാണ്. അന്നത്തെ 1 ലക്ഷമാണ്, അത് വെറും അല്ല. ആ പൈസ ചെയ്യുന്നത് എന്താണ്? ബ്രാഹ്മണർക്ക് വേദോദാൻ കൊടുക്കുന്നു, അതുപോലെ ഉന്നത കുലജാതരായ മുസ്ലിങ്ങൾക്ക് പേർഷ്യൻ പഠിക്കാൻ കൊടുക്കുന്നു. മക്കാളെ ചോദിച്ചു, എന്തുട്ട് ഏർപ്പാടാണിത്? ഇവിടെ ഇംഗ്ലീഷ് വിദ്യാലയങ്ങൾ തുടങ്ങി ഈ പണം ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ ഉപയോഗിക്കണം. ഇവിടെ ഇംഗ്ലീഷ് പഠിച്ചു വരുന്ന ഇന്ത്യക്കാർ ഇവിടുത്തെ സർക്കാർ ജോലികൾ ചെയ്യട്ടെ, അവർക്ക് ജോലി കൊടുക്കണം. പേർഷ്യനും വേദമൊക്കെ പുരോഹിതർ കാശുണ്ടെങ്കിൽ പഠിപ്പിച്ചാൽ മതി. അന്നു മുതലാണ് ഇന്ത്യയിൽ അയിത്ത ജനവിഭാഗങ്ങൾക്ക് പഠിക്കാൻ സർക്കാർ സ്കൂളുകൾ തുടങ്ങിയത്. അത് എല്ലായിടത്തും നടപ്പായോ, അതവിടെ എല്ലാവർക്കും പ്രവേശനം കിട്ടിയോ എന്നത് മറ്റൊരു കാര്യമാണ്. എന്നാൽ ക്രിസ്ത്യൻ മിഷണറിമാർ സ്ഥാപിച്ച വിദ്യാലയങ്ങളിൽ ജാതി മതഭേദം ഉണ്ടായിരുന്നില്ല. 1835 വില്യം ബെൻഡിക്കിൻ്റെ കാലാവധി കഴിഞ്ഞു. പക്ഷെ അതിനു മുമ്പ് 1834 തന്നെ അദ്ദേഹം മക്കാളയുമായി ഒരു പ്രധാന കാര്യത്തിൽ തീരുമാനമായി. ഇന്ത്യക്കൊരു പീനൽ കോഡ് ഉണ്ടാക്കണം. പണക്കാരനും പാവപ്പെട്ടവനും അധസ്ഥിതനും സവർണനും ഒരു കുറ്റം ചെയ്താൽ ഒറ്റ ശിക്ഷ, അത് നടപ്പാക്കും. അതിനായി ഇന്ത്യൻ പീനൽ കോഡ് രൂപകൽപ്പന ചെയ്യുന്ന കമ്മിറ്റിയുടെ തലവനായി ഈ തോമസ് മക്കാളയെ നിയമിച്ചതിന് ശേഷമാണ് ബെൻഡിക്ക് ഇന്ത്യ വിട്ടു പോകുന്നത്. ഇന്ത്യയുടെ ആയിരക്കണക്കിന് വർഷത്തെ ചരിത്രത്തിൽ ബ്രാഹ്മണന് പ്രത്യേക അവകാശങ്ങൾ നൽകാത്ത ഒരു നിയമസംഹിത ഉണ്ടാക്കി കൊടുത്താണ് വർഷങ്ങൾക്ക് ശേഷം മക്കാളെ ഇന്ത്യ വിട്ടത്. സത്യം പറഞ്ഞാൽ പലരും പിണങ്ങുമെങ്കിലും തുറന്നു പറയാതിരിക്കാൻ കഴിയില്ല. വില്യം ബെൻഡിക്ക്, വില്യംകാരി, തോമസ് മക്കാള, റാം മോഹൻ റായ് ഇവർ ചെയ്ത പുരോഗമനമൊന്നും ഇന്ത്യ ഭരിച്ച ഇന്ത്യക്കാർ ഇവിടെ ചെയ്തിട്ടില്ല. നെഹ്റുവിനെ വിടണം. കാരണം നെഹ്റു ഭരണം ഏറ്റെടുത്ത് 4 വർഷത്തിനുള്ളിൽ തന്നെ ഇതുപോലുള്ള ഒരു ബില്ല് ഹിന്ദു സമുദായത്തിൻ്റെ ഉള്ളിൽ കൊണ്ടുവന്ന് ഹിന്ദു സമുദായത്തെ പരിഷ്കരിക്കുകയുണ്ടായി. ബാക്കിയുള്ളവരൊക്കെ അതിനെ നശിപ്പിക്കാനാണ് ഉത്സാഹിച്ചു കൊണ്ടിരുന്നത്. ഇനി ഈ പ്രഭാഷണത്തിൻ്റെ ടൈറ്റിലേക്ക് നമുക്ക് വരാം. ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ ഏറ്റവും ആദ്യത്തെ നേതാക്കളിൽ ഒരാളായ റാം മോഹൻ റായും എക്സ് മുസ്ലിങ്ങളും തമ്മിൽ എന്ത്? എക്സ് മുസ്ലിങ്ങൾ എന്ന് പറയുമ്പോൾ ഞാനിവിടെ വിവക്ഷിക്കുന്നത് ഇസ്ലാം മതം വിട്ടു എന്ന് പറയുന്ന എല്ലാവരെയും അല്ല, മറിച്ച് ഹിന്ദുത്വ പാർട്ടിയോടൊപ്പം ചേർന്ന് നിൽക്കുന്ന മുസ്ലിങ്ങളെ മാത്രമാണ്. അവർ ഇപ്പോൾ ചെയ്യുന്നത് റാം മോഹൻ റായ് പണ്ട് ചെയ്ത പണിയാണ്. റാം മോഹൻ സ്വന്തം മതത്തിൻ്റെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായി മതത്തിൻ്റെ ശത്രുക്കളോടൊപ്പം നിന്നു.
അതായത് അദ്ദേഹത്തിൻ്റെ ബ്രാഹ്മണകുലം മനസ്സുകൊണ്ട് എതിർക്കുന്ന ബ്രിട്ടീഷ് ഭരണാധികാരികൾക്കൊപ്പം ചേർന്ന് പ്രവർത്തിച്ചു. എന്താറായി അങ്ങനെ ചെയ്തത്? നിങ്ങൾക്ക് നിങ്ങളുടെ മതത്തിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാക്കണമെങ്കിൽ നിങ്ങളുടെ മതത്തിനോട് തരിമ്പും ബഹുമാനം ഇല്ലാത്തവർ ഭരണാധികാരികളായിട്ട് വരണം. അവരെ ഉപയോഗിച്ച് മാത്രമേ നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയൂ. ബ്രിട്ടീഷുകാർ ബ്രാഹ്മണരുടെ സ്മൃതികളിലും ആഗമങ്ങളിലും അനാചാരങ്ങളിൽ യാതൊരു താല്പര്യവും കാണിച്ചില്ല. അവരുടെ ബാല്യവിവാഹത്തോടും ബലികർമ്മത്തോടും മാട്ടുമാരണ മന്ത്രവാദത്തോടും അതുപോലെ സതി പോലുള്ള സ്ത്രീ വിരുദ്ധതയോടും ഒരു ആദരവും ബ്രിട്ടീഷുകാർ കാണിച്ചില്ല. അതുകൊണ്ടാണ് അവരെ യൂസ് ചെയ്തുകൊണ്ട് റാം മോഹൻ റായ്ക്ക് സതി പോലുള്ള ദുരാചാരങ്ങൾ നിർത്തലാക്കാൻ കഴിച്ചത്. പിന്നീട് ശ്രീനാരായണ ഗുരുവും സഹോദര അയ്യപ്പനൊക്കെ ഇതേ സമീപനം തന്നെയാണ് ബ്രിട്ടീഷുകാരോട് സ്വീകരിച്ചത്. ഗുരുദേവൻ എന്തുകൊണ്ടാണ് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കാഞ്ഞത്? അയ്യപ്പൻ എന്താണ് ഭാരതമാതാക്ക് ജയ് വിളിക്കാൻ പോകാഞ്ഞത്? ബ്രാഹ്മണനും വർമ്മയും ഭരിക്കുന്നതിലും ഭേദം ബ്രിട്ടീഷുകാർ ഭരിക്കുന്നതാണ് അയിത്തജാതക്കാർക്ക് നല്ലത്. ബ്രിട്ടീഷുകാർ അയ്യപ്പനെ കണ്ടാൽ 32 അടി മാറി നിൽക്കാൻ പറയില്ല. അതുപോലെ തന്നെ ശുദ്ധം മാറാൻ അവർ പള്ളി നീരാട്ടിനിറങ്ങില്ല. നമ്മൾ ഉദാഹരണമാക്കിയെടുത്ത ചില എക്സ് മുസ്ലിങ്ങൾ റാം മോഹൻ റായിയെ പോലെയും ശ്രീനാരായണ ഗുരുവിനെ പോലെയും സഹോദരൻ അയ്യപ്പൻ്റെ പോലെയും ചിന്തിച്ചു. ഇസ്ലാം മതത്തോട് യാതൊരു ആദരവുമില്ലാത്തവരാണ് ഹിന്ദുത്വ പാർട്ടിക്കാർ. അവരോടൊപ്പം ചേർന്നാൽ ഇസ്ലാമിലെ പല മനുഷ്യവിരുദ്ധമായ ദുരാചാരങ്ങളും മാറ്റിയെടുക്കാമെന്ന് അവർ കരുതി. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവരോട് എനിക്ക് പിന്തുണയാണ്. കാരണം ഇന്ത്യയിൽ ഇതുവരെയുള്ള എല്ലാ സർക്കാരുകളും ഇസ്ലാമിക നിയമങ്ങളോട് പരിപൂർണ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. ഭരണഘടന വിഭാവനം ചെയ്യുന്ന സമത്വത്തിന് എതിരായ പല വ്യക്തി നിയമങ്ങളും ഇസ്ലാമിൽ ഇന്നും തുടരാൻ അവർ അനുവദിച്ചു. അതുകൊണ്ടാണ് പറഞ്ഞ ഹിന്ദുത്വ പാർട്ടി വന്നാൽ പല മാറ്റങ്ങളും ഉണ്ടാക്കാൻ കഴിയും എന്ന് ചില എക്സ് മുസ്ലിങ്ങൾ കരുതിയത്. എന്നാൽ അവരുടെ ആ കണക്ക് കൂട്ടൽ പരീക്ഷ തുടങ്ങുമ്പോൾ തന്നെ പിഴച്ചു. കാരണം ബ്രിട്ടീഷുകാരെ പോലെ നിയമവ്യവസ്ഥയിൽ വിശ്വസിക്കുന്നവരല്ല ഈ ഹിന്ദുത്വവാദികൾ. വാക്ക് പറഞ്ഞാൽ പാലിക്കുന്നവരല്ല. അവർക്ക് ജനാധിപത്യ ക്രമത്തിലും വിശ്വാസമില്ല. അവർക്ക് മുസ്ലിം വിരോധമുണ്ട് എന്നത് ശരിയാണ്. പക്ഷെ അത് എക്സ് മുസ്ലിങ്ങൾ കരുതുന്നത് പോലെ ഇസ്ലാമിനെ മാറ്റിയെടുക്കാനുള്ളതല്ല, മറിച്ച് മറ്റ് സമുദായങ്ങളുടെ വോട്ട് ഊറ്റിയെടുക്കാനുള്ള തന്ത്രം മാത്രമാണ്. മുസ്ലിങ്ങൾ മതനിയമങ്ങൾ പരമാവധി കടുപ്പിച്ച് മറ്റുള്ളവരെ പരമാവധി വെറുപ്പിക്കണമെന്നാണ് ഇവരുടെ ആഗ്രഹം. പിന്നെ അവരെന്ത് മാറ്റം കൊണ്ടുവരാനാണ്? ഇത് മുൻകൂട്ടി തന്നെ അറിഞ്ഞ എക്സ് മുസ്ലിങ്ങളാണ് മോദിജിക്കൊപ്പം യാത്ര പോവാഞ്ഞത്. പക്ഷേ എല്ലാവർക്കും എല്ലാതും മുൻകൂട്ടി അറിയണമെന്നില്ലല്ലോ. ചിലർ കണ്ടറിയും, ചിലർക്ക് കൊണ്ടറിയും. അങ്ങനെ കൊണ്ടറിയാൻ വിധിക്കപ്പെട്ടവരാണ് മോദിജി നാളെല്ലാം ശരിയാക്കും, മറ്റന്നാളെല്ലാം ശരിയാക്കും എന്ന് കരുതി കാത്തിരുന്നത്. NDAയുടെ ആദ്യ ഭരണം 2014 വന്നപ്പോൾ അവർ കരുതി 5 വർഷം കാത്തിരുന്നാൽ മതിയെന്ന്. 5 വർഷം കഴിഞ്ഞിട്ടും ഒന്നും നടക്കാതെ വന്നപ്പോൾ അവർ കരുതി കൂടുതൽ ഭൂരിപക്ഷം കിട്ടി വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുമെന്ന്. അവർ വിചാരിച്ച പോലെ 2019 കൂടുതൽ ഭൂരിപക്ഷമൊക്കെ കിട്ടി. പക്ഷേ എവിടെ? ഇസ്ലാമിനെ നന്നാക്കണമെന്ന് അവർക്ക് ആഗ്രഹം വേണ്ടേ? അങ്ങനെ എന്തെങ്കിലും ഒരു പരിഷ്കാരം കൊണ്ടുവരാൻ അവർക്കുണ്ടോ ആഗ്രഹം? പരിശോധിച്ചു നോക്കൂ. എന്തെങ്കിലും ഒരു ബില്ല് അവർ കൊണ്ടുവന്നു. ഉദാഹരണത്തിന് എല്ലാവരും അപലപിക്കുന്ന ഒന്നാണ് ഇസ്ലാമിലെ ബഹുഭാര്യത്വം. അത് അവസാനിപ്പിക്കുന്ന ഒരു ബില്ലോ, അല്ലെങ്കിൽ മുത്തലാഖ് നിർത്തലാക്കുന്ന ഒരു ബില്ലോ, മുസ്ലിം സ്ത്രീകൾക്ക് പിതൃസ്വത്തിൽ തുല്യാവകാശം നൽകുന്ന ഒരു ബില്ലോ അവർ കൊണ്ടുവന്നു. ഒന്നും ചെയ്തില്ല. അങ്ങനെ എന്തെങ്കിലും പരിഷ്കാരം കൊണ്ടുവരണമെന്ന് ആഗ്രഹമുള്ളവർ അങ്ങനെ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ചെയ്തിട്ടുണ്ട്. നെഹ്റു ഭരണം ഏറ്റെടുത്ത 4ാമത്തെ വർഷം തന്നെ ഇതുപോലുള്ള ബില്ലുകൾ കൊണ്ടുവന്നാണ് ഹിന്ദു സമുദായത്തിനുള്ളിൽ സ്ത്രീ പുരുഷ സമത്വം ഉണ്ടാക്കിയത്. ചുരുക്കി പറഞ്ഞാൽ എന്തെങ്കിലും ചെയ്യണം എന്ന് നിങ്ങൾക്ക് ഉദ്ദേശമുണ്ടെങ്കിൽ 5 വർഷം തന്നെ കൂടുതലാണ്. സോ മോദിജിയെ വിശ്വസിച്ച എക്സ് മുസ്ലിങ്ങൾ വഞ്ചിക്കപ്പെട്ടു. റാം മോഹൻ റായിയെ പോലെ ചരിത്രത്തിൽ ഇടപെടാനുള്ള ഒരു അവസരം അവർക്ക് അദ്ദേഹം കൊടുത്തില്ല. മോദിജിയെ നമ്പി കൂടെ കൂടിയ എക്സ് മുസ്ലിങ്ങളുടെ കാര്യം ഇപ്പോൾ നമ്മൾ നോക്കുക. വല്ലാത്ത കഷ്ടമാണ്. അവരുടെ ഓർമ്മ പോയ അവസ്ഥയാണ്. അവരെന്തിനാണ് BJPക്ക് ഇതുവരെ പിന്തുണച്ചത് എന്ന ഓർമ്മ പോലും ഇപ്പോൾ അവർക്കില്ല. പടിപടിയായി അവർക്ക് ആ ഓർമ്മ നഷ്ടപ്പെട്ടു. കാരണം ജിയോടൊപ്പം കൂടിയപ്പോൾ മിസ്റ്റർ മോദിജിയുടെ എല്ലാ നയങ്ങളെയും അവർക്ക് ന്യായീകരിക്കേണ്ടി വന്നു. അവസാനം താലിബാന്റെ തോളത്ത് കൈയിട്ടപ്പോൾ അതിനെയും ന്യായീകരിക്കേണ്ടി വന്നു. പിന്നെ അവരെ കുറ്റം പറയാൻ പറ്റില്ല. 10-11 വർഷം ന്യായീകരിച്ച് പിന്നെ അതൊരു ശീലമായി പോയതാണ്. ഇപ്പോൾ അവർ ഓരോ ദിവസവും നേതാക്കന്മാരോട് ഇങ്ങനെ ചോദിക്കാൻ തുടങ്ങിയിരിക്കുന്നു.
പുതുതായി എന്തെങ്കിലും കൊള്ളരുതായ്മ ഉണ്ടോ മിത്രമേ? ഞങ്ങൾക്കൊന്ന് ന്യായീകരിക്കാനാണ്. നന്ദി, നമസ്കാരം.